തീയ മഹാസഭയുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഇന്ന് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കേരളത്തിൽ എത്ര തീയലുണ്ട് എന്ന് നമുക്ക് ചോദിച്ചാൽ ഗൂഗിളിൽ പറയാൻ പറ്റില്ല. നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്താൽ പോലും കേരളത്തിൽ എത്ര തീയലുണ്ട് എന്ന് പറയുമ്പോൾ അതിന് രേഖയില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ എങ്ങനെ വന്നു? നമ്മൾ ഉപജാതിയാണ്. ഉപജാതിയാവേണ്ടവരല്ല. സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടും എല്ലാം വ്യത്യസ്തമായ ഒരു സമുദായമാണ്. ഒരിക്കലും വീരവന്റെ ഉപജാതിയല്ല തീയൽ. വയനാട്ട് മുഴുവനും മുത്തപ്പനും കളരിയും വൈദ്യവും സംസ്കൃതവും ഇതൊക്കെ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഒരു സമുദായം. ഈ വടക്കൻ മലബാർ നമുക്കറിയാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ തെയ്യം ഒരു വൈകാരികമായ കാര്യമാണ്. തെയ്യം കെട്ടുന്നത് വേറെ സമുദായക്കാരാണ്. അത് എല്ലാ സമുദായത്തിന്റെ ക്ഷേത്രങ്ങളിലും തെയ്യമുണ്ട്. എല്ലാ സമുദായത്തിന്റെ തറവാടുകളിലും തെയ്യമുണ്ട്. എല്ലാ തെയ്യവും പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ ഒരു തീയന്റെ കയ്യൊപ്പുണ്ടാവണം. ഒരു കലശക്കാരനായിട്ട് ഒരു തീയനില്ലാതെ വടക്കൻ മലബാറിന്റെ ഒരു തെയ്യവും പൂർത്തീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സമുദായത്തിന്റെ പ്രസക്തി എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജാതി പറയുന്നത് നമ്മൾ സമുദായം. ഇവിടെ എല്ലാവരും ജാതി പറയുന്നത് ആരാ പറയട്ടെ? ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഓരോ സമുദായ നേതാവിന്റെയും വീട്ടുപടിക്കൽ പോയി കാവലിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സമുദായം പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആരെയും മറ്റൊരു സമുദായത്തെ വെല്ലുവിളിക്കുന്നില്ല. അഭിമാനത്തോടുകൂടി ഞാൻ തീരെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവണം. എന്താ തെറ്റുള്ളത്? ഇവിടെ പേരിന്റെ കൂടെ സമുദായം പറഞ്ഞു കിടക്കുന്ന സമുദായങ്ങളില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പൈതൃകമുള്ള ഈ തൊട്ടടുത്ത് നമ്മുടെ ശ്രീകണ്ഠാപുരം പൂപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു രാജവംശം ഉണ്ടായിരുന്നു. മന്നനാർപ്പാടി രാജവംശം. നിങ്ങൾ കേട്ട ചരിത്രത്തിന്റെ രേഖകൾ ഇല്ലാതെ പോയി. എങ്ങനെയാണ്? 3 തലമുറ ഉണ്ടായിരുന്ന മന്നനാർപ്പാടി രാജവംശം അവസാനത്തെ രാജാവ് വെട്ടേറ്റ് ഭരിക്കുന്ന 1907 മാർച്ച് 27-ാം തീയതിയാണ് അംഗരക്ഷകളുടെ വെട്ടേറ്റ് മന്നനാർപ്പാടി അവസാനത്തെ രാജാവ് ഭരിക്കുന്നത്. ആ 3 തലമുറയുടെ രാജവംശത്തിന്റെ ഡീറ്റെയിൽ ഇന്ന് പുരാവസ്തു കേന്ദ്രങ്ങളിൽ ഇല്ലാതെ പോയത് എങ്ങനെയാണ്? ഇവിടെ ടിപ്പുവിന്റെയും മറ്റൊക്കെ പേരുകൾ ഇതിനകത്തുണ്ടാവുമ്പോഴും ഈ തീയ സമുദായത്തിന്റെ രാജവംശത്തിന്റെ പേരുകൾ ഈ ചരിത്രത്തിന്റെ രേഖകളിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. അങ്ങനെ വലിയ പാരമ്പര്യങ്ങളും രാജവംശം നമുക്കുണ്ടായിരുന്നു. നമുക്കറിയാം ഉണ്ണിയാർച്ചയുടെ കളരിയും ആ എല്ലാ വടക്കൻ പാട്ടുകളും ഇതൊക്കെ തീയ സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ നമുക്കറിയാം. കൊട്ടിയൂർ ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. കൊട്ടിയൂരിൽ ഇളനീർ വെപ്പ് എന്നൊരു ചടങ്ങ് തീയ സമുദായ അംഗങ്ങൾ പവിത്രത്തോടുകൂടി വ്രതശുദ്ധിയോടുകൂടി വീടുകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും ഇളനീര് കൊണ്ടുവെക്കുന്ന ഒരു ചടങ്ങുണ്ട് തീയർക്ക്. അത് തീയ സമുദായത്തിന്റെ ഇളനീർ വെപ്പ്. അത് ഈഴവ സമുദായത്തിന്റെ ഇളനീർ വെപ്പല്ല. ഞാൻ പറഞ്ഞു കോപ്പിയിരിക്കുന്ന സംസ്കാരം വേണ്ട. നമ്മുടെ കയ്യിലുള്ളതാണൊക്കെ ഇതാർക്കും നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് ഈ സമുദായത്തിൻ്റെതാണ്. നാളെ നമ്മൾ പറയും ഇപ്പൊ കണ്ണൂരിലേക്ക് ഞാൻ പലപ്പോഴും നമ്മൾ ഇവിടെ കണ്ണൂരിൽ തീയമഹാസഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച പി പ്രകാശേട്ടനും അതുപോലെ സദാനന്ദേട്ടൻ, അതുപോലെ ഈ ഇന്ന് അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് PK ലക്ഷ്മണേട്ടൻ. പറയാതെ വയ്യ. അദ്ദേഹം എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഇന്നില്ല. നമുക്കേറെ സംഘടനയോട് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹം എല്ലാ പരിപാടിക്കും കണ്ണൂർ ജില്ലയിൽ ചുക്കാൻ പിടിച്ചാണ്. അപ്പൊ ഈ പ്രസ്ഥാനം ഇന്ന് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഇവിടെ ഇരിക്കുന്ന മലപ്പുറത്തെ നേതാക്കന്മാർ, മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് മലപ്പുറം ടൗണിൽ അതിഗംഭീരമായ ഒരു സമ്മേളനം സംഘടിക്കാൻ പറ്റി. ഞാനത് പ്രതീക്ഷിച്ചു. ഞാൻ ഉദ്ഘാടനത്തിന് പോയ ആളാണ്. അവിടെ ഗംഭീരമായ ഒരു സമ്മേളനം മലപ്പുറത്ത് സംഘടിപ്പിക്കാൻ പറ്റി. കാരണം അവിടേക്ക് ഒരുപാട് നീളുന്ന പ്രശ്നങ്ങളുണ്ട്. മരിച്ചുപോയാൽ ശവസംസ്കാരം ചെയ്യാനുള്ള ശ്മശാനമില്ലാത്ത കേരളത്തിലെ ഏക ജില്ല മലപ്പുറമാണ്. കാരണം അവിടെ തീയ സമുദായത്തിലെ അംഗങ്ങൾക്ക് മരിച്ചുപോയ 5 സെന്റിൽ മുറ്റത്ത് കുഴിച്ചിടേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ് മലപ്പുറത്തുള്ളത്. അങ്ങനെ നിരവധി വേദനകളുള്ള ഒരു സമുദായമാണ് നമ്മൾ. അപ്പൊ സമുദായത്തിന്റെ പേര് സംഘടിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ആരുടെയും ഔദാര്യമല്ല. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ സമുദായക്കാരനാണ്. അദ്ദേഹം ഞങ്ങൾ പോയി കണ്ടു. ഈ ഈഴവ തീയ എന്ന് പറയുന്ന സെപ്പറേറ്റ് കോളത്തിലാക്കണമെന്ന് നിവേദനം കൊടുത്തു. VD സതീശന് കൊടുത്തു, ND ഗോവിന്ദ മാഷിന് കൊടുത്തു, വിനോദ് ബിഷപ്പിന് കൊടുത്തു, K സുരേന്ദ്രന് കൊടുത്തു, രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തു. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ കണ്ടു. പക്ഷെ ഇവിടെ നമുക്ക് അനുകൂലമായ ഒരു നടപടി എടുക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായില്ല എന്നൊരു സത്യം കൂടി ഇവിടെ പറയാൻ നമുക്ക് രാഷ്ട്രീയത്തിനെതിരല്ല. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ തീയമഹാസഭ ഇട്ടുകൊടുത്തു. എല്ലാ തെളിവുകളും സഹിതം ഇത് രണ്ടാണ്. ഈ സമുദായത്തെ പ്രത്യേക കോടതിയിൽ രേഖപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു
ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കണം, ഇവരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധികൾ കൽപ്പിച്ചു. ആ വിധിയുമായി ഞങ്ങളിപ്പോൾ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് നടക്കുകയാണ്. വീണ്ടും നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ കാണാൻ പോകുന്ന ഇലക്ഷനാണ്. ഇനി ഇടതുപക്ഷം വന്നാലും UDF വന്നാലും ഈ ആവശ്യം നടത്തിയേ പറ്റുള്ളൂ. ഇത് നടത്തുന്നതുവരെ തീയ മഹാസഭ എല്ലാവിധ പോരാട്ടങ്ങൾക്കും മുമ്പിട്ട് ഉണ്ടാവുമെന്ന കാര്യം ഒരു ഉറപ്പ് നൽകിയാണ്. ഈ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കും. TN എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായമായി കേരളത്തിന്റെ ഗവൺമെന്റ് രേഖകളിൽ രേഖപ്പെടുത്തുന്നത് വരെ എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും പ്രത്യക്ഷ സമരങ്ങൾക്കും തീയ മഹാസഭ മുന്നിട്ട് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മൾക്ക് എങ്ങനെ ജീവിച്ചു മരിച്ചു. പക്ഷേ വരുന്ന നമ്മുടെ തലമുറ അവർക്ക് ഈ സമുദായം പറയാൻ കഴിയില്ല, അവർക്ക് അവരുടെ ഈ പൈതൃകം അറിയില്ല. അപ്പൊ നമ്മളത് നേടിയെടുക്കണം. നമ്മുടെ അവകാശങ്ങളാണ്. ഇവിടെ എല്ലാ എത്രയോ ആൾക്കാർ ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നുണ്ട്. ഈ പറയുന്ന IPS IAS വിവിധ ജോലികളിൽ അതൊക്കെ സമുദായ സംഘടനകൾ കൊണ്ടുവന്ന് എത്രയോ പേരുണ്ട്. നമുക്ക് കിട്ടേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന നൽകിയതാണ്. നമ്മൾ പ്രത്യേകിച്ച് സംവരണം വേണം. ഗുജറാത്തിൽ പട്ടേൽ സമുദായം പറഞ്ഞതുപോലെ പ്രത്യേക സംവരണത്തിനല്ല, ഉള്ളത് നമുക്ക് തരിക. അത് വേറെ അടിച്ചുകൊണ്ട് വരണം. നമ്മുടെ ആരുടെയും ഉപജാതിയല്ല. ഇത്രയും പൈതൃകമുള്ള, ഇത്രയും സംസ്കാരമുള്ള ഒരു സമുദായം ഒരു സമുദായത്തിന്റെ ഉപജാതിയല്ല. അത് ഒറ്റ പേരിൽ TN എന്ന് രേഖപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. കേന്ദ്ര സർക്കാർ അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എത്തും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പലപ്പോഴും നമ്മൾ തുടക്കത്തിൽ നമ്മളൊക്കെ ചോദിച്ചത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഈ TN എന്ന് പറഞ്ഞ് സംഘടന കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് പണിയില്ലേ എന്ന് എത്രയോ ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്നും ആത്മവിശ്വാസം കൈവിടാതെ ആയിരക്കണക്കിന് സാധാരണക്കാരായ തീയ സമുദായ അംഗങ്ങളുടെ മനോബലം പിൻബലമാണ് ഞങ്ങൾ ഇവിടെ തികച്ചത്. മറ്റു സംഘടനകളെ പോലെ വലിയ സാമ്പത്തിക സ്ഥിതി കോടിക്കണക്കിന് പ്രാപ്തിയൊന്നും നമുക്കില്ല. പക്ഷേ 10,000-കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്. വിവിധ ക്ഷേത്രങ്ങൾ സ്ഥാനികളിൽ നമുക്കറിയാം. ക്ഷേത്ര സ്ഥാനികളായി ക്ഷേത്രങ്ങളിൽ ശക്തരാണ് ജീവിതം അത് ആചാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച എത്രയോ ക്ഷേത്ര സ്ഥാനികളുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയും. വിവിധ മേഖലയിൽ ഒരു സമുദായ സംഘടന എന്ന് പറയുമ്പോൾ ഇവിടെ ആംബുലൻസ് തീയതിനു വേണ്ടി മാത്രമാണല്ല. ഈ ആംബുലൻസിന് തീരെ കൊണ്ടുപോകാനല്ല, സമൂഹത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. നമ്മൾ വീട് നിർമ്മിച്ചതാണ്, അത് സമുദായം നോക്കിയിട്ടാണ്. നമ്മൾ ചികിത്സാ സഹായം കാസർഗോഡ് ഏറ്റവും വലിയ ഭീകരമായ സംഭവമാണ് എൻഡോസൾഫാൻ. അവിടെ ഇപ്പോൾ എയിംസ് വേണമെന്നൊരു സമരസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമരസമിതിയുടെ ചെയർമാൻ ഞാനാണ്. ഈ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ